സോ ഗൈസ്, അപ്പോൾ ഇതൊരു ഓൾഡ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഓൾഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ 2017 കാലഘട്ടത്തിൽ നമ്മൾ ഫ്രീ ഫയർ കളിച്ചായിരുന്ന പ്ലേയേഴ്സിൻ്റെ ഐഡിയും കാര്യങ്ങളും നമ്മൾ 2025 ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ 2017 വേഴ്സസ് 2025 ആണ്, മീൻസ് 2025 ആണ് ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് തന്നെ കാണാൻ ശ്രമിച്ചേക്കാം. അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങൾ നമ്മൾ ഗെയിമിൽ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്തേക്കുന്ന ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ പോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഐഡിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഓൾഡ് ഐഡി കാര്യങ്ങൾ നമ്മൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ ഐഡിയും കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തെടുത്ത് നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു പുള്ളിക്കാരാണ് 30 days ആണ്, മീൻസ് ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള ബാഡ്ജ് കാര്യങ്ങളുള്ള നമ്മൾ സക്കൂറ ബണ്ടിൽ മുതൽ കളിച്ചിട്ടില്ല. പുള്ളിക്കാരൻ തന്നെ സെക്കൻഡ് ആയിട്ട് മുതൽ കളിച്ചേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഇപ്പോൾ ബണ്ടിൽ മുതൽ കളിച്ചൊരു പ്ലെയർ കൂടെയാണ്. അത്യാവശ്യം കളക്ഷനൊന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തില്ല. മെയിനായിട്ട് ആ ഒരു ബണ്ടിൽ മാത്രമേ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, റയറായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ 64 ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരനെ കളി ഫുള്ളായിട്ട് നിർത്തി പോയിട്ടുണ്ടെന്നേ വേണം പറയാം. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോഴും കളിക്കുകയൊക്കെ ആണെങ്കിൽ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഒത്തിരി അധികം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും തന്നെ നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിൽ കിൽഫീൽഡോ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ട് മാത്രം നമ്മൾ പറയാതെ. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ഐഡിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്താൽ നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ നോക്കും. നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ടീമേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഗൈസ്. ആ ഒരു ടീമേറ്റിനെ കൊല്ലുന്ന പ്ലെയർ, അതായത് ആ ഒരു പുള്ളിക്കാരനെ കൊല്ലുന്ന ഈ ഒരു പ്ലെയർ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണാൻ പറ്റുന്നതായി മേലെ നിന്ന് നമ്മുടെ ടീമേറ്റിനെ കൊന്ന പ്ലെയർ ഐ ഡി കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യം നേരെ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി സമയത്ത് ശരിക്കും അത്ഭുതപ്പെട്ടു ഗൈസ്. വേറെ ഒന്നും അല്ല, ഒരു പുള്ളിക്കാരൻ 7 hour ആയിട്ടുണ്ട് ആക്റ്റീവായിട്ട്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോഴും നിലവിൽ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ ആയി. ഒരു കട്ടാനായിട്ട് സ്കിന്നാണ്, ഇത് എല്ലാവരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ലേഡിയാണ് കളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ 4 തവണ ഹീറോയ്ക്ക് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അത്ര രീതിക്ക് ആക്റ്റീവ് അല്ല, കാരണം കുറേ ദിവസങ്ങൾ ഹീറോയ്ക്ക് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. അത്ര രീതിക്ക് കളിക്കാത്ത പ്ലെയറാണ്, എന്താ സംഭവം എന്ന് അറിയത്തില്ല. എന്തായാലും ഇടയ്ക്കും തലയ്ക്കും നല്ല രീതിക്ക് ആക്റ്റീവ് ആവുന്നുണ്ട്. ചില മന്തുകളിൽ നല്ല രീതിക്ക് ആക്റ്റീവ് ആവുന്നു, ചില മന്തുകളിൽ ആക്റ്റീവ് ആവാത്തൊരു പ്ലെയർ കൂടെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ലെറ്റ് പാസ് കാര്യങ്ങളൊന്നും എടുക്കാത്തൊരു പ്ലെയർ കൂടെയാണ്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നില്ല, എന്താ വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, നിങ്ങൾക്കും പുറവും എനിക്കും പുറവും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതോ ഒരു ഗെയിമിൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്താണ്, ഗെയിമിംഗ് അല്ല, ഏതോ ഒരു ഗെയിമറുടെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരനാണ് അതിലേക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഒരു പുള്ളിക്കാരൻ ഐസിനെ നോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു പ്ലെയർ. അപ്പോൾ നോക്കണം, അവൻ്റെ ടീമേറ്റായിട്ട് വന്ന ഈ ഒരു പ്ലെയർ ഐഡിയും കാര്യം നമ്മൾ ഇന്ന് നോക്കാൻ പോകും, ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പോകും. അപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണല്ലേ നോക്കാം. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും എടുത്ത സമയത്ത് നിലവിൽ നോക്കുകയാണെങ്കിൽ ഈ സൈഡ് പുള്ളി 30 days ആയിരുന്നു. അതുപോലെ തന്നെ ഈ സൈഡ് പുള്ളിക്കാരൻ 3 വട്ടേ കളിച്ചുള്ളൂ, സക്കോറ ബണ്ടിൽ, ഹിപ്പോ ബണ്ടിൽ. ഈ 2 സീസണിലായി പുള്ളിക്കാരൻ കളിച്ചിട്ടുള്ളൂ ഇതുവരെ ആയിട്ട്. അതുപോലെ തന്നെ 9 ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ടുള്ള അതേ പേര് തന്നെയാണ്, SP880 അങ്ങനെ എന്തോ പാട്ട് കുറേ അക്കങ്ങൾ കൊടുത്തുള്ള ഒരു പേരാണ്. ഹീറോയ്ക്ക് കാര്യങ്ങൾ അടിച്ചിട്ടില്ല. അതുപോലെ തന്നെ 21 ലെവൽ. അതുപോലെ തന്നെ നമ്മൾ റയറായി നിൽക്കുന്ന 2 കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വെറുത്തായിട്ട് വേണമെങ്കിൽ പറയാം. വെറുത്തായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, അത്ര കളക്ഷനൊന്നും ഇല്ല, 2 കളക്ഷൻ മാത്രമേ ഉള്ളൂ. അത്യാവശ്യം റയറായി നിൽക്കുന്ന 2 കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഐഡി കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളെങ്കിലും കാണാൻ താല്പര്യമുള്ള ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്തേക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലത്തെ ഇനിയും നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ റൈസ് സ്റ്റാറിൻ്റെ ഓൾഡ് ഉള്ള ഗെയിം പ്ലേ കാര്യങ്ങൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ മസ്റ്റ് നമ്മൾ റൈസ് സ്റ്റാറിൻ്റെ ഓൾഡ് ആയിട്ടുള്ള ഫസ്റ്റത്തെ ഗെയിം പ്ലേയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക. നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇതിലും മികച്ചൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്.